ആമോദത്തൊടു കാൽത്താരിണയിലമിത ഭക്യാദരം സേവ ചെയ്തോ രാമാന്യക്ഷോണിദേവന്നഭിമതമഖിലം സാധുസാധിപ്പതിന്നായി ആ മഞ്ജുശ്രീവിലാസം തടവിനതിരുവയ്ക്കത്തു നിന്നും സ്വഭക്തപ്രേമം പൂണ്ട് യുദ്ധമായാങ്കുടിയിലമരുമെൻ മുപ്പുരാരേ തൊഴുന്നേൻ. തിരുവായാങ്കുടിയപ്പ ശരണം. ചരിത്രപ്രസിദ്ധമായ തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രത്തിൽ ഈ ജനുവരി മാസം 4, 5, 6 തീയതികളിൽ അഷ്ടമംഗല ദേവപ്രശ്നവും തുടർന്ന് ഫെബ്രുവരി 11, 12, 13, 14, 15, 16 തീയതികളിലായി തിരുവുത്സവവും നടക്കുന്നതിന് എല്ലാ ഭക്തരും ഏതാണ്ട് അറിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ദേവന്റെ കലകള് ഭക്തരിലേക്ക് എത്തുമ്പോഴാണ് ദേവന്റെ അനുഗ്രഹം ഭക്തരിൽ ഉണ്ടാകുന്നത്. ആ ദേവകലകള്, ദേവന്റെ അനുഗ്രഹങ്ങള് ഭക്തരിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ദുരിതങ്ങളും അല്ലെങ്കിൽ വേണ്ട പോലെ കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ ഉണ്ടാകുന്ന അവസരത്തിലാണ് നമ്മൾ ദേവഹിതം നോക്കാനായിട്ട് അഷ്ടമംഗല ദേവപ്രശ്നം തുടങ്ങിയതൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ദേവകലകളുടെ സാന്നിധ്യം തുലോം കുറവാണ് എന്ന് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം, ഇതിനു മുമ്പ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തിയതും അതിൻ്റെ പരിഹാരങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം നാടിന് പൊതുവെ ഒരു ഉണർവും എല്ലാം ഉണ്ടായിരുന്നു. അത് വീണ്ടും ശോഷിച്ചു വന്നു. അപ്പോൾ വീണ്ടും ഒരു ദേവപ്രശ്നം നടത്തി അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ിലിരിക്കുന്ന ആൾക്കാരും ശ്രമിക്കുന്നത്. ആയതിന് എല്ലാ നാട്ടുകാരുടെയും ഏറ്റവും നല്ല സാന്നിധ്യവും സഹകരണവും സഹായവും എല്ലാം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് ദേവന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദേവന് നല്ല ഒരു ഇത് വന്നാലേ നമുക്ക് നന്മയുണ്ടാവുകയുള്ളൂ. ആ ദേവന്റെ കലകൾ, ദേവനിൽ ഉള്ള സ്വയംഭൂവായിട്ട് വന്ന അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദേവകലകൾ കൂടുതൽ പരിപോഷിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു അംശം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഉദ്യമത്തിന് ഇറങ്ങുന്നത്. തുടർന്ന് ഉത്സവം അതിഗംഭീരമായിട്ട് നടന്നിരുന്നതാണ്. അതിനും അതിൻ്റെ മോടിയും മറ്റും വളരെ കുറഞ്ഞ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനും ഒരു പരിഹാരം വേണം. ഇതിനെല്ലാത്തിനും വേണ്ടത് സാമ്പത്തികമാണ്. അതും ഒരു വലിയ പ്രശ്നമാണ്. പണ്ട് 16,000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന ദേവനായിരുന്നു. ഇന്ന് ഒരു പറ നെല്ല് പോലും നമുക്ക് ദേവൻ്റേതായിട്ടില്ല. എല്ലാം ഭക്തജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒരു സഹായം കൊണ്ടാണ് ക്ഷേത്രവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ സംരംഭങ്ങൾക്ക്, ഈ ദേവപ്രശ്നം, ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നടന്നു വരുന്ന നവീകരണങ്ങൾ അതും നടക്കേണ്ടതായിട്ടുണ്ട്. ആയതിന് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം.